ഒരിക്കൽ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തതിന് ശേഷം വീണ്ടും ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇയർ ഒന്നുമല്ല, പൊട്ടിപ്പോകണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ രീതിയിൽ മുട്ടൊന്ന് തെന്നുകയോ അല്ലെങ്കിൽ വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ്? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിൽ മുഴുവനായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലിഗമെന്റിനെക്കാട്ടിലും സ്ട്രെങ്ത് ഉള്ള ഒരു ഗ്രാഫ്റ്റ് ആണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി സിവിയർ ആണ് ഇഞ്ചുറി എങ്കിൽ, വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഫോഴ്സ് ആണ് മുട്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതിനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ തെന്നി മാറുകയോ അല്ലെങ്കിൽ മുട്ടൊന്ന് തിരിയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ട്രെയിൻ സംഭവിക്കും. പക്ഷേ അത് പൊട്ടിപ്പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ വെറുതെ ആവശ്യമില്ലാണ്ട് ഇൻസ്റ്റബിലിറ്റി ഒന്നും ചെക്ക് ചെയ്ത് നിങ്ങൾ സമയം കളയണ്ട. സാധാരണ രീതിയിൽ നീരും പെയിനും ഒക്കെ ഉണ്ടെങ്കിൽ ആ നീരും പെയിനും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള പ്രൈസ് പ്രോട്ടോകോൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം ചെക്ക് ചെയ്യുക. കാരണം ഓൾമോസ്റ്റ് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, മസിൽസിന് ബലക്കുറവ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇൻസ്റ്റബിലിറ്റി ആണോ അതോ പെയിൻ ആണോ അതോ വേറെ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളതെന്ന് ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ടൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റബിലിറ്റി ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇളകുന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് MRI എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാം. കാരണം സർജറിയിൽ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ലിഗമെന്റിനെക്കാട്ടിലും സ്ട്രെങ്ത് ഉള്ളൊരു ഗ്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് നടത്തിയതിന് ശേഷം അവിടെ ആ മാനേജ്മെന്റിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിലോ അതല്ല റിക്കവറി കറക്റ്റായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ വരുന്നില്ലെങ്കിലോ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിലോ അവിടെ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് സർജറിയെ പറ്റി ചിന്തിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം സിവിയർ ഫ്രാക്ചർ ഉള്ള കേസിലും സിവിയർ ആയിട്ട് സ്വെല്ലിംഗ് ഉള്ള കേസിലും ഒന്നുമല്ല. ഞാൻ പറഞ്ഞ സാധാരണ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാകുന്ന ആളുകളുടെ കേസിലാണ്.